വിദ്യാഭ്യാസം നാം പഠിക്കുന്നത് എന്തിനാണെന്നുള്ളതിനെ കുറിച്ച് അടിസ്ഥാനപരമായ കാരണം, എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, എന്തിനാ സ്കൂളിൽ വരുന്നത്? ചിന്തിക്കാൻ വേണ്ടി. എന്തിനാ പഠിക്കുന്നത്? വിവേകാനന്ദ സ്വാമികളുടെ ബാല്യകാലത്തിൽ നിന്ന് ഒരു സംഭവം മാത്രം പറഞ്ഞ് ഞാൻ നിർത്താം. സ്വാമിജി ചെറുപ്പത്തില് സ്വാമിജിയുടെ സുഹൃത്തുക്കളായിട്ട് ഒരു മരത്തിന്റെ ശാഖകളില് തൂങ്ങി കളിക്കായിരുന്നു. ഒരു അപ്പൂപ്പൻ വന്നു. അവിടെ ആര് വന്നു? അപ്പൂപ്പന്റെ ഇവരൊക്കെ ഇങ്ങനെ കുട്ടികൾ കളിക്കുന്നത് ഒരുപാട് ശല്യമായിരുന്നു. എന്തായിരുന്നു ശല്യം? ഉപദ്രവം. അപ്പൊ അപ്പൂപ്പൻ പറഞ്ഞു, ഇവിടെ ഒന്നും ഇങ്ങനെ കളിക്കരുത്, കാരണം ഇവിടെ ഒരു പ്രേതമുണ്ട്. എന്തുണ്ട്? അപ്പൊ പ്രേതത്തിനുള്ള വന്ന് കടിച്ചു കൊന്നു. എന്ത് ചെയ്യും? ഇവിടെ കളിക്കരുതെന്ന് പറഞ്ഞു. അപ്പൊ സ്വാമിജി അന്ന് ബാലകനാണ്, നിങ്ങളെ പോലെ ചെറിയ കുട്ടിയാണ്. അപ്പോ സ്വാമിജി പറഞ്ഞു, ഇവിടെ പ്രേതമൊന്നുമില്ല, കാരണം ഇത്രയും ദിവസം നമ്മളിവിടെ കളിക്കുന്നുണ്ടല്ലോ. അപ്പൊ പ്രേതം ഉണ്ടായിരുന്നാൽ ആദ്യം തന്നെ കടിച്ചു കൊന്നിരിക്കുന്നു, അല്ലെ? അപ്പൊ ഈ അപ്പൂപ്പൻ വെറുതെ നമ്മളെ പേടിപ്പിക്കുകയാണ്, അതുകൊണ്ട് ഒരിക്കലും ഇത് വിശ്വസിക്കരുത്. അപ്പൊ ഇതില് പിന്നീട് വിവേകാനന്ദ സ്വാമികൾ പറയും, ആരെങ്കിലും പറഞ്ഞാൽ മാത്രം വിശ്വസിക്കാൻ പാടില്ല, നമ്മൾ തന്നെ അതിന്റെ സത്യം കണ്ടറിയണം. കഴിഞ്ഞ വർഷം തുടങ്ങി നമ്മളിവിടെ എല്ലാവർക്കും പൈത്തൺ പ്രോഗ്രാമിംഗ് പഠിപ്പിക്കാൻ തുടങ്ങി മക്കളൊക്കെ. അതുപോലെ തന്നെ ഇനി അടുത്ത വർഷം ഇവിടെ നമുക്കൊരു നല്ല പാർക്ക്, കളിക്കാനുള്ള പാർക്ക് സജ്ജീകരണം ചെയ്യുന്നതായിരിക്കും. സ്കോളർഷിപ്പ്, സ്വാമി രംഗനാഥാനന്ദജി സ്കോളർഷിപ്പ്. അതില് 4ാം തരത്തിൽ ഏറ്റവും മികച്ച് പഠിക്കുന്ന കുട്ടികൾക്ക് ഒരു സ്കോളർഷിപ്പും വലിയ പുസ്തകവും. അത് നിങ്ങൾ വലുതായി കഴിഞ്ഞിട്ട് ആർക്കാണോ സ്കോളർഷിപ്പ് കിട്ടുന്നത് അവര് വലുതായി കഴിഞ്ഞിട്ട് ഇത് പഠിക്കണം. അതേപോലെ സ്വാമി ശിവാനന്ദ സ്കോളർ എന്ന് തുടങ്ങി. കഴിഞ്ഞ വർഷമാണ് ഇത് തുടങ്ങിയത്. ഇതിപ്പോ 2ാമത്തെ വർഷം. അതിനെന്താണ് ചെയ്യുന്നത്? ഏത് കുട്ടീനെയാണോ തിരഞ്ഞെടുക്കുന്നത് ആ കൊച്ചിന് നമ്മള് മാർഗനിർദ്ദേശം പറഞ്ഞു കൊടുക്കും. പിന്നെ ആ കൊച്ച് വലുതാകുമ്പോൾ, ആ വിദ്യാർത്ഥി വലുതാകുമ്പോൾ എന്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നോ അതിനൊക്കെ സാമ്പത്തികമായിട്ടും അല്ലാതെയും മാർഗനിർദ്ദേശത്തിന് ഒക്കെ കൊടുത്ത് അവരെ സഹായിക്കും.